ഈ സമരവസ്ഥ നിൽക്കണമെങ്കിൽ ഈ കിങ്കരന്മാര് RSSന്റെ നരാധവന്മാര് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതെ ആ ബസ് കടന്നുപോട്ടെ. ഈ പരിപാടി ഭംഗിയായി നടക്കുന്നു. ഈ രാജ്യത്തെ സംരക്ഷിക്കാറ് ഷഹീദ് ഫൈസലിനെ നിരക്കുന്ന ഷഹീദ് ഫൈസലിനെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിനായി മാറ്റുന്ന ഈ രാജ്യത്തിന്റെ നിയമത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്ന ആർജവത്തിന്റെ കരുത്തുമായി കടന്നത് അർദ്ധചന്ദ്രക്കാരാകിയത് ഈ ചെമ്മാട് പട്ടണത്തില് ജനായിരങ്ങളെ സാക്ഷി നിർത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുഷ്ടിചുരുട്ടിവാനിലേക്ക് മുദ്രാവാക്യം ഉയർത്തിവിട്ട് പറയുകയാണ്. ഇന്ത്യൻ നെറികാരെ പിടിച്ചുകെട്ടാണ്, RSSന്റെ കൊടുവാളുകൾ പിടിച്ചുകെട്ടാണ്, പിടിച്ചുകെട്ടി ഈ രാജ്യത്തെ നിയമം സംരക്ഷിക്കാന് നല്ല പ്രവർത്തകന്മാരിക ഈ രാജ്യത്തെ പ്രബുദ്ധരായ ജനതയിക അഞ്ചരത്ത് ആർജവത്തിന്റെ ആർജിച്ചതിന്റെ പേരില് RSSന്റെ കിങ്കരന്മാർ തള്ളിയ ഷഹീദ് ഫൈസലിന്റെ നീതിക്ക് വേണ്ടി ജനായിരങ്ങളെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ട് വർദ്ധിക്കുക. ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ, ഈ സമരം അവസ്ഥനിക്കണമെങ്കിൽ ഈ കിങ്കരന്മാര് RSSന്റെ നരാധവന്മാര് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതെ ആ ബസ് കടന്നുപോട്ടെ. ഈ പരിപാടി ഭംഗിയായി നടക്കണം. പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് ജാഥയിൽ അണിനിരക്കുക. പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, RSS കൊല്ലപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ മക്കളിതാ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാരടക്കം ഈ റോട്ടിലൂടെ കടന്നു വരികയാണ്. തങ്ങളുടെ പിതാവിനെ വെട്ടിനുറുക്കിയത് എന്തിനാണ്? വെട്ടിനുറുക്കിക്കൊന്ന മഠത്തിൽ നാരായണന്റെ നേതൃത്വത്തിലുള്ള RSSകാരൻ ഈ ചമ്മാട്ടങ്ങാടിയിലും കൊടിഞ്ഞിയിലും നെഞ്ചുവിരിച്ചു നടക്കുകയാണ്. 8 വർഷമായി ഞങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷഹീദ് ഫൈസലിന്റെ മക്കളിതാ ഈ വടിത്താറയിലൂടെ നീതി ചോദിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, 8 വർഷക്കാലം മുമ്പ് തന്റെ ഇഷ്ടമതം സ്വീകരിച്ചതിന്റെ പേരില് ഈ രാജ്യത്തിന്റെ ജനതയുടെ മുന്നിൽ നിന്ന് തള്ളപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ നീതിക്ക് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കർമ്മപടന്മാരുക അനേകായിരം ജനതയുടെ ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരുന്നു. ഷഹീദ് ഫൈസലിന്റെ പിൻചേതന മക്കള് നീതിക്ക് വേണ്ടി രാജ്യത്തിന്റെ മുമ്പിൽ കടന്നിട്ടുകയാണ്. ഷഹീദ് ഫൈസലിന്റെ പിൻചേതന മക്കള് ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിയിൽ പ്രവർത്തിക്കുകയാണ്. അവർക്ക് പറഞ്ഞു വരുന്നു RSSന്റെ നരാധവന്മാര് നീതിക്ക് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കർമ്മപടന്മാരിക അനേകായിരം ജനതയുടെ ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരുന്നു. ഷഹീദാണ് അവർക്ക് കരുത്ത് പകർന്ന് RSSന്റെ നരാധവന്മാര് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയാണ് ചമ്മാട്. വർഷം വെച്ച് കഴിഞ്ഞിട്ട്
ഭാഗത്ത് റോഡ് ബ്ലോക്കിൽപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 8 വർഷം മുമ്പ് ഈ തിരുരങ്ങാടിയിലെ കൊടിഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ്. മോളുടെ തൊട്ടിയിൽ കെട്ടി അടിയുറക്കും പിണറായി കേരള മുഖ്യ പിണറായി നിങ്ങൾ നാടിന്റെ അപമാനോ കേരള നാടിന്റെ അപമാനോ യൂത്ത് ലീഗ് സിന്ദാബാദ് ഫൈസലിന് നീതി വേണം അന്നേ തീരൂ ഈ സമരം
CPM RSS ബായ് ബായ് കളിക്കുമ്പോൾ ബായ് ബായ് കളിക്കുമ്പോൾ ബായ് ബായ് കളിക്കുന്നു ബായ് ബായ് കളിക്കുമ്പോൾ ആർഎസ്എസിന് കൊയിലൂതി RSSന് കൊയിലൂതി ആർഎസ്എസിന് കൊയിലൂതി RSSന് കൊയിലൂതി കേരള മുഖ്യം സിപിഎം കേരള മുഖ്യന് CPM കേരള മുഖ്യം സിപിഎം കേരള മുഖ്യന് CPM ചെങ്കൊടി കാവിയിൽ കൂട്ടിക്കെട്ടി അവി കൂട്ടിക്കെട്ടി ചെങ്കൊടി കാവിയിൽ കൂട്ടിക്കെട്ടി ചെങ്കൊടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അഭ്യുന്നതനായ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിലടക്കം സംഘപരിവാറിനെതിരെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓൾ അജണ്ടകൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായിരിക്കുന്ന നേതാവുണ്ടല്ലോ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹമാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വളരെ സ്നേഹാദരവോടുകൂടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരുടെ മാതാപിതാക്കൾക്ക് അതിന്റെ യാതൊരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. പിന്നെ ആർക്കാണ് പ്രശ്നം? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതത്തിന്റെ പ്രചാരകരാവാനും ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട്, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യം അങ്ങനെ രൂപപ്പെട്ട ഒരു ബഹുസ്വര സംസ്കാരത്തിന്റെ നാടാണ്. അവിടെ ആ ഗ്രാമത്തിൽ വെച്ച് കൊടിഞ്ഞി ഫൈസൽ നിഷ്ഠൂരമായി RSSകാരാൽ കൊല ചെയ്യപ്പെട്ടു. ആ കേസ് കോടതിയിൽ വരുന്നു. ആ കേസ് വാദിക്കാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണം. ഈ ഗവൺമെന്റാണ് വെച്ച് കൊടുക്കേണ്ടത്. ഗവൺമെന്റ് ഒരു ശ്രീധരൻ എന്ന് പറയുന്ന വക്കീലിനെയും പിന്നെ ഒരു PP ബഷീറിനെയും വക്കീലായിട്ട് വെച്ച് കൊടുത്തു. ഒരു വട്ടം പോലും കോടതിയിൽ വരാൻ അവർ തയ്യാറായില്ല. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഫൈസലിന്റെ വിധവയായ ഭാര്യ ഞങ്ങൾക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിച്ചു തരണം എന്നാവശ്യപ്പെട്ട് കേരള ഗവൺമെന്റിന് കത്ത് കൊടുത്തത്. ആ കത്ത് കൊടുക്കുമ്പോൾ ഇവർ ഒരു കാര്യം ആവശ്യപ്പെട്ടു. കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുമാരൻകുട്ടിയെ തന്നെ അഭിഭാഷകനായിട്ട് വെച്ചു തരണം എന്ന്. പക്ഷേ അതിന് വിഘാതം നിൽക്കേണ്ട ഒരു കാര്യവും ഈ ഗവൺമെന്റിനുണ്ടായിരുന്നില്ല, ഈ സർക്കാരിനുണ്ടായിരുന്നില്ല. കൊടുത്തില്ല. അവസാനം നീതി തേടി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഒരു ഉത്തരവിട്ടു, കുമാരൻകുട്ടിയെ തന്നെ അഭിഭാഷകനായിട്ട് വെക്കണം എന്ന് കേരള ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞു. കേൾക്കാൻ സർക്കാർ തയ്യാറായില്ല. പകരം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊടുത്തു, ശ്രീധരൻ. മാത്യു എന്ന് പറയുന്ന ഒരാളെ. ഇപ്പൊ ഞങ്ങൾ കേൾക്കുന്നത് ആ മാത്യുവും ഈ കേസ് ഉപേക്ഷിച്ചു പോയിരിക്കുന്നു എന്നാണ്. ഇവിടെ നടക്കുന്നത് RSSും CPM-ഉം തമ്മിലുള്ള ബായി ബായി കളിയാണ്. അതേ ജനങ്ങളുടെ മുന്നിൽ വെച്ച് പൊറപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാനാണ് ചമ്മാട്ടങ്ങാടിയിൽ ഞങ്ങൾ വന്നത്. എത്ര വലിയ പോരാട്ടത്തിന് ഇതേ വിഷയത്തിൽ ഈ ചമ്മാട്ടങ്ങാടി സാക്ഷ്യം വഹിച്ചു. ഈ നാട്ടുകാർക്കറിയാലോ എത്ര സമരങ്ങൾ. ഇവിടെ ഇരിക്കുന്ന അബ്ദുൾ റബ്ബ് സാഹിബ് അന്ന് MLA ആയിരുന്നു. ഇവിടെ സമരം ചെയ്തു, നിങ്ങളെ കണ്ണു തുറന്നില്ല. അപ്പോഴാണ് പ്രവർത്തകരെയും കൊണ്ട് അദ്ദേഹം കക്കാട് നാഷണൽ ഹൈവേയിൽ പോയിരുന്നത്. പോലീസ് അധികാരികൾ പറഞ്ഞു എണീറ്റ് പോണമെന്ന്. വിഷയത്തിൽ നിന്ന് നീതി കിട്ടാതെ ഞാൻ പിന്മാറില്ല എന്ന് ഈ അബ്ദുൾ റബ്ബ് സാഹിബ് പറഞ്ഞു. അന്ന് തൊട്ട് തുടങ്ങിയ പോരാട്ടമാണ്. പക്ഷേ 8 വർഷം ഞങ്ങൾ കാത്തുനിന്നു. ഇനി ഈ കേസ് ഞങ്ങൾ പറയുന്നു, ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഫൈസലിന്റെ മാതാപിതാക്കളോടും ഈ പിഞ്ചു മക്കളോടും ഞങ്ങൾ പറയുന്നു, ഈ നാട്ടിൽ നിങ്ങൾ ഒറ്റക്കല്ല. മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് തന്നെ പറയുന്നു. കണ്ടപ്പോ കേരളത്തോടൊരു പൊതു സംസാരം നടത്തി. പത്രക്കാർ പറഞ്ഞു, PR ഗ്രൂപ്പാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം കൊടുത്തൊരു വലിയ നിരീക്ഷണമുണ്ട്. ഇന്നലെ മുഴുവൻ ചാനലുകളും ചർച്ച ചെയ്യപ്പെട്ടത് ആ വിഷയമാണ്. അങ്ങനെയെങ്കിൽ പ്രശ്നം ഒന്നും കൂടി ഗൗരവമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രശ്നം ഒന്നും കൂടി ഗൗരവമാണ്. ഇവരാരാ തീറ്റിപ്പോറ്റുന്നത്? അല്ലെങ്കിലും ഞങ്ങൾ ചോദിക്കുന്നു, ഇവിടെ കള്ളക്കടത്താണ്, സ്വർണം കള്ളക്കടത്താണ്. ഇന്ന് ഇവിടുന്ന് കിട്ടിയ പണം രാജ്യദ്രോഹത്തിന് ഉപയോഗിക്കുകയാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞ ഉത്തരത്തിന്റെ ചോദ്യം എന്താണ്? ഒരു ചോദ്യം ഉണ്ടായപ്പോഴാണല്ലോ ഒരു ഉത്തരം വന്നത്. എന്താണ് അതിന്റെ ചോദ്യം? അല്ല, ദേശാഭിമാനിക്ക് പോലും അഭിമുഖം കൊടുക്കാത്ത പിണറായി വിജയൻ ഒരു ദേശീയ മാധ്യമത്തെ വിളിച്ച് എനിക്ക് നിങ്ങളുമായി ഇന്റർവ്യൂ നടത്താൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഇന്റർവ്യൂ സംവിധാനിപ്പിച്ചെടുക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? എത്ര CPM-കാർ RSS-കാർ കൊന്നു? എത്ര CPM-കാര്?
ലക്ഷക്കണക്കിന് വരുന്ന CPIM-ന്റെ പ്രവർത്തകരെ മുഴുവൻ കുരുതി കൊടുത്ത് എന്താണ് നിങ്ങളുടെ കയ്യിൽ പുരണ്ട ഈ വിഷം? ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഒന്നുണ്ട്. ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുകയില്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞതുപോലെ കൊടിഞ്ഞി ഫൈസലിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യമല്ല ഇങ്ങനെ പ്രതിഷേധ സംഘവുമായി ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് വീണ്ടും മുസ്ലിം യൂത്ത് ലീഗിന് ഇതുപോലുള്ള ഒരു പ്രതിഷേധ റാലിയും സംഗമവും നടത്തേണ്ടി വരിക എന്നുള്ളത് ഈ നാടിൻ്റെ മുഖത്ത് ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് കരിവാരി തേക്കുകയാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ദയനീയമായ ഒരു കൊലപാതകം രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നു, അതുപോലെ തന്നെ അവരെ മക്കളും ബാക്കിയുള്ളവരും ഇവിടെ ഇരിക്കുന്നു. ഒരു രാജ്യത്ത് ഇതുപോലെ എന്ത് കാരണത്തിൻ്റെ പേരിലായാലും ശരി ക്രൂരമായ കൊലപാതകങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ നിയമത്തിൻ്റെ പരിരക്ഷ കൊടുക്കേണ്ടത് ആ നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് പകരം ഇവിടെ ഇപ്പോൾ മുസ്തഫയും അതുപോലെ തന്നെ ശരീഫും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പരിരക്ഷ കൊടുക്കുന്നത് പ്രതികൾക്കാണ്, പരിരക്ഷ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കാണ്. ഇതാണ് ഇവിടെ ഒന്നല്ല, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഭരണകക്ഷി MLA തന്നെ വന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യം തന്നെയാണ്. ഞാൻ ഇന്ന് രാവിലെ പത്രക്കാരോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം ഇതൊരു ശരിയായ രീതിയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കാൻ പാടില്ല. പത്രപ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ കേസിനെ കുറിച്ച് ധാരാളം എഴുതും. പക്ഷേ ഞങ്ങൾ വാർത്തയിൽ ഇല്ലെങ്കിലും ശരി ഞങ്ങൾ ഒരു കാലത്തും ഇതുപോലുള്ള ഒരു കേസും മറക്കൂല. അതിൻ്റെ നെല്ലിപ്പടി തോണ്ടിയിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിൽക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ ഉദാഹരണമായി ഷുക്കൂർ വധം പറഞ്ഞു. കണ്ണൂർ ജില്ലയിലുണ്ടായ ഷുക്കൂർ വധം വാർത്തയിൽ നിറഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു, വാർത്താ മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികം, മറ്റൊരു വാർത്ത വരുമ്പോൾ അത് പോകും. പക്ഷേ ആ കേസിൽ ന്യായം കിട്ടാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവസാനം വരെ പോരാടി. ഇപ്പോൾ അതതിൻ്റെ ശരിയായ പാതയിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായ താമർ ജിഫ്രി കൊലക്കേസ്. നമുക്കറിയാം, ആക്ഷൻ കമ്മിറ്റി ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, അവരൊക്കെ ചെയ്യുന്ന സേവനമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ പ്രാരംഭത്തിൽ മുസ്ലിം ലീഗ് ഇന്നിപ്പോൾ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അൻവറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കേസ് അന്ന് അത് ഉയർത്തിപ്പിടിച്ച് നമ്മളാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായി ഈ കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ട് ന്യായം നടന്നില്ല എങ്കിൽ ഞങ്ങളതിൻ്റെ അവസാനം വരെ പോകും. ആ സംഘടനാ ശക്തി നമുക്കുണ്ട് എന്നെടുത്ത് പറയാനാണ്. ഇവിടെ ഫൈസലിൻ്റെ മതം അങ്ങനെ ഒന്നാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു മൂടിവെക്കൽ ഈ കേസിനെ സംബന്ധിച്ച് ആദ്യം മുതലുണ്ട്. ഒരു പ്രോസിക്യൂട്ടർ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നൽകേണ്ട ഒന്നാണ്. പറയുന്ന ആളെ, കുടുംബം പറയുന്ന ആളെ വെച്ചു കൊടുക്കണം. ഇവിടെ പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുക്കാൻ താമസം. അതിനുവേണ്ടി ജനപ്രതിനിധികൾ സമരത്തിനിരിക്കേണ്ടി വരുന്നു, MLA സമരത്തിനിരിക്കെ നിരന്തരം ഉന്നയിക്കേണ്ടി വരുന്നു, നിരന്തരം പോയി പറയേണ്ടി വരുന്നു, മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയേണ്ടി വരുന്നു. പക്ഷേ ഒരു നിലക്കും വഴങ്ങിക്കൊടുക്കുന്നില്ല. അപ്പം എന്താ കാരണം? അവിടെ എന്തോ ഒരു പന്തികേട് അവിടെയുണ്ട്. അവസാനം വെക്കാൻ നിർബന്ധിതമായി വരുമ്പോൾ വെക്കുന്നു, വെച്ച ആൾ കേസ് വാദിക്കുന്നില്ല. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ മരിച്ച ആൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്ന ആൾക്ക് വേണ്ടി സ്റ്റേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. ആ സംസ്ഥാനം ചെയ്യുന്ന ഡ്യൂട്ടി ആരാണ് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെച്ചു കൊടുത്ത് വാദിക്കാൻ പറയാം. അവിടെ വെച്ചു കൊടുത്ത ആള് പിന്നെ വരുന്നില്ല. ഇവിടെ പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെയും വെച്ചു കൊടുത്തു, പിന്നെയും വരില്ല, പിന്നെയും വെച്ചു കൊടുത്തു, പിന്നെയും വരുന്നില്ല. 10 20 20 തവണ. ഇതെന്തൊരു ഏർപ്പാടാണ്? അത് ഒത്തുകളി അല്ലെങ്കിൽ പിന്നെന്താ? ഇത് പോലീസും അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രതികളും അതിൻ്റെ രാഷ്ട്രീയ കാരണമാണ് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
പൊതുവായി വരുന്നത് നമുക്കറിയാം. ഇതും അതുപോലൊരു കേസാണ്. ഈ സമയത്ത് തന്നെ ഇത് ഉയർത്തിപ്പിടിക്കാനുള്ള കാരണം ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള അനവധി കേസുകൾ മൂടി വെക്കപ്പെടുന്നു. അതൊക്കെ ഇവിടെ ഒന്നുമല്ലാതായി പോകുന്നു. അങ്ങനെ ഒന്നുമല്ലാതായി പോകാൻ പറ്റൂല. താമർ ജിഫ്രിയുടെ കൊലക്കേസിന്റെ അദ്ദേഹത്തിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ആര് പുറകോട്ട് പോയാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുറകോട്ട് പോകില്ല, നിങ്ങൾ പേടിക്കേണ്ട, അവസാനം വരെയാണുണ്ടോ ഇവിടെ ഉണ്ട് അതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കോസിന് വേണ്ടി നിൽക്കുന്നവരാണ്, അല്ലാതെ നമ്മൾ പ്രചരണത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല. നമ്മൾ നിൽക്കുന്ന കോസ് എന്ന് പറഞ്ഞ് നമുക്ക് ബോധ്യമുണ്ടാവും. ഇവിടെ മതവിശ്വാസം ഈ രാജ്യത്ത് ഭരണഘടന അനുവദിച്ച് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ കൊല്ലേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആശയമുണ്ട് എങ്കിൽ, മതപരമായ ആശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം, പ്രചരണം നടത്താം, പ്രസംഗിക്കാം. അതിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. പക്ഷേ ബലപ്രയോഗത്തിന് സാധ്യതയില്ല. അതാണിപ്പോൾ ഈ രാജ്യത്ത് ചില ആളുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മണിപ്പൂരിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാട്ടുരീതി കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റൂല. എഴിഞ്ഞു നീങ്ങുന്ന ഇത്തരം കേസുകൾ, ഞാനതാ പറഞ്ഞത്, സംഘടന ഒരു കാലത്ത് ഇതൊന്നും മറക്കൂല. ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിയമ പോരാട്ടം നടത്തും. അത് ഞങ്ങളുടെ രീതിയാണ്. ഈ രാജ്യത്ത് പൗരത്വ പ്രശ്നമെന്ന് നമുക്കറിയാലോ. എല്ലാവരും ആശങ്കയിലായി. പ്രക്ഷോഭം നടത്താൻ എല്ലാവരും രംഗത്ത് വന്നു, നല്ലത് തന്നെ, നമ്മളും കൂടി കൊടുത്തു. പക്ഷേ പ്രക്ഷോഭം നടത്തി അപ്പം കിട്ടുന്ന ഒരു പ്രചാരണം, അപ്പം കിട്ടുന്ന കുറേ വാർത്തകൾ, അപ്പം കിട്ടുന്ന കുറേ പ്രസംഗങ്ങൾ, അത് മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. അത് നിയമ പോരാട്ടം നടത്തി സുപ്രീം കോടതിയിൽ വെച്ച് ഞങ്ങൾ അതിനെ പിടിക്കണ്ടോടത്തിട്ട് പിടിച്ച് അത് നിർത്തേണ്ടോടത്താണ്. പാർലമെന്റിൽ എതിർത്തു, പുറത്തെതിർത്തു, എല്ലാവരും കൂടി. പക്ഷേ പൗരത്വ നിയമം സ്റ്റോപ്പായത് എവിടെ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേസിന് പോയപ്പോഴാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേസിന് പോയി. ആ കേസിൽ സുപ്രീം കോടതി ഇത് നടപ്പിലാക്കാനുള്ള നിയമപരമായ കാര്യങ്ങളില്ല എന്ന് ഒബ്സർവ് ചെയ്യുകയും നീട്ടിവെക്കൽ നിർബന്ധമായി വരികയും ചെയ്തപ്പോഴാണ് BJP ഗവൺമെന്റിന് അവരുടെ നല്ല കാലത്ത്, ഇപ്പൊ അവരുടെ നല്ല കാലമല്ല, ഇപ്പൊ ഒക്കെ മുട്ട് കൊടുത്ത് താങ്ങി വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന്. ഏത് മുട്ട എപ്പോൾ പോവാന്ന് അറിയാൻ കഴിയില്ല, താഴെ വീഴും. അങ്ങനെ 2 മുട്ടുമലാണ് നിൽക്കുന്നത്, 2 3 മുട്ടുണ്ട്. അത് എപ്പോഴാണ് ലൂസാകുക എന്ന് പറയാൻ പറ്റൂല. സ്ഥിരമായി ലൂസായിക്കൊണ്ടിരിക്കുന്ന മുട്ടുകളാണേനും അതൊരു അയയുന്ന സ്ക്രൂവാണ്. നിതീഷ് കുമാറും അതുപോലെ തന്നെ നായിഡും ഒക്കെ നമുക്കറിയാം. അങ്ങനെ മുട്ടുകൊടുത്ത് നിർത്തിയിരിക്കുന്ന ഗവൺമെന്റ് അല്ലാതെ സർവശക്തനായി മോഡി നിന്ന സമയത്ത് പൗരത്വ നിയമം കൊണ്ടുവന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി രാജ്യത്തെ ജനങ്ങൾക്ക് അങ്കലാപ്പുണ്ടാക്കിയപ്പോൾ നമ്മൾ പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ ചൂണ്ടിക്കാണിച്ചു. സുപ്രീം കോടതി പറഞ്ഞു ഇതാണ് ശരിയായ പെറ്റീഷൻ. ഇനി ആർക്കെങ്കിലും ഇന്ത്യ രാജ്യത്ത് പരാതി ഉണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒപ്പം കൂടിക്കോ, ആ പെറ്റീഷന്റെ കൂടെ കൂടിക്കോളൂ. അങ്ങനെയാണ് പ്രവർത്തിക്കല്. അങ്ങനെയാണ് സംഘടിതമായ ശബ്ദമുയർത്തൽ ഇവിടെ വരികയാണ്. കൊടിഞ്ഞി ഫൈസലിന്റെ കേസിൽ വിചാരണ നടക്കണം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ ഉറച്ച ശബ്ദത്തിന്റെ പിന്നിൽ കൊടിഞ്ഞി ഫൈസലിന്റെ വിചാരണ വരും. അത് നല്ല നിലയിൽ തന്നെ നടക്കുകയും ചെയ്യും. ഫലമില്ലാത്ത സമരങ്ങൾ നമ്മൾ ചെയ്യാറില്ല. ഫലം കിട്ടും എന്നുറപ്പുള്ള ന്യായമായ സമരങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നിയമ പോരാട്ടം നടത്തും. നിയമ പോരാട്ടം നടത്തിയാൽ വിജയിക്കും. എന്താ ഈ കേസിൽ ഹൈക്കോടതി പറഞ്ഞത്? അവർ പറയുന്ന വക്കീലിനെ തന്നെ വെച്ചു കൊടുക്കണം എന്നാ പറഞ്ഞത്. അതാണ് നീതി. എന്താ കുടുംബം പറയുന്ന വക്കീലിനെ തന്നെ വെച്ച് ഇന്നാളെ, അത് പിന്നെ ഗവൺമെന്റ് ഇട്ട് ഉരുട്ടി കുഴപ്പി കുറച്ച് കാണ്ടും കിട്ടൊക്കെ ആക്കി ഏറ്റെടുക്കാൻ തയ്യാറില്ല എന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്ന ആളെ വെച്ചു കൊടുത്ത് കുഴച്ച പ്രശ്നം ഇവിടെ ശരിക്കും പറഞ്ഞു. ഈ പണി നല്ലതല്ല. ഇതൊരു മതേതര രാജ്യത്ത് ജനങ്ങൾ അംഗീകരിക്കൂല. വോട്ടൊക്കെ കിട്ടും എന്നാണ് ഇവരിതൊക്കെ കണ്ടിട്ട് ചെയ്യുന്നത് എങ്കിൽ വോട്ട് കിട്ടൂല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരെ കാലിൽ നിന്ന് അനവധി മണ്ണ് ഒഴുകിപ്പോയി. അപ്പോൾ വല്ലാതെ ഭയന്നപ്പോൾ ഇതേമാതിരി ഒരു പ്രയോഗം വടകരയിൽ കാഫിർ പ്രയോഗം പോലെ നടത്തി നോക്കി.
അവസാനം എന്തുണ്ടായി? അവർ വിചാരിച്ചത് ഇത്തരത്തിലുള്ള വർഗീയത കുത്തിപ്പൊക്കിയാൽ വടകര ജയിച്ചു കയറാം എന്നാണ്. പക്ഷെ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് വടകരയിലെ ജനങ്ങൾ ഹിന്ദുവില്ല, മുസ്ലിമുമില്ല, ക്രിസ്ത്യാനി ഇല്ലാതെ വ്യത്യസ്തമായി ന്യായത്തിന്റെ കൂടെ നിന്ന് ഷാഫിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് അവിടുന്ന് വിജയിപ്പിച്ചത് നമ്മൾ കണ്ടു. ഈ തിരുവങ്ങാടി ഉൾക്കൊള്ളുന്ന പൊന്നാനിയിൽ വേറൊരടപെടും ന്യൂനപക്ഷങ്ങളെ ഒന്ന് ഉണർത്തിവിടാനുള്ള അന്ന് അടവ് അതേ. അങ്ങനെയാണ് കാലാകാലങ്ങളിൽ കാർഡ് മാറി മാറി വരും. ചിലപ്പോൾ ന്യൂനപക്ഷ വർഗീയതൻ്റെ കാർഡ്, ചിലപ്പോൾ ഭൂരിപക്ഷ വർഗീയതൻ്റെ കാർഡ്. 2 മാസം മുമ്പ് പൊന്നാനിയിൽ വേറൊരു കാർഡ്, ഒരു കാർഡും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, കെട്ടണ പോലെ ഞങ്ങൾ കെട്ടിക്കും എന്ന് കേരളത്തിലെ മതേതര ജനത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മതേതര ജനതയാണ് ഇപ്പൊ പറയുന്നത് ഫൈസലിന്റെ വധം നിഷ്ഠൂരമായ കൊലപാതകമാണ്. എന്തിന്റെ പേരിലാണ് എന്നുള്ളത്, നിഷ്ഠൂരമായൊരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി കൊന്നതാണ്. അകാരണമായി രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമായി ഇന്ന് തലപൊക്കിയിരിക്കുന്ന ഫാസിസം, വർഗീയത, അതാണ് ആ കൊലപാതകത്തിന് കാരണം. അവിടെ ഈ ഗവൺമെന്റ് ഒരു പുരോഗമന ഗവൺമെന്റാണ് എങ്കിൽ, ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് എങ്കിൽ അതിൻ്റെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് ചെയ്യുന്നില്ല. അപ്പൊ പ്രക്ഷോഭം നടത്തേണ്ട ഘട്ടമായി. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് ഇറങ്ങിയാൽ തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവും. ഫൈസൽ വധം നേരാവണ്ണം വിചാരണ ചെയ്യപ്പെടുന്നത് വരെ ഈ പോരാട്ടം തുടരും. നിയമസഭയിലും എല്ലാവർക്കും ഒക്കെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടെ യോഗം നടക്കണം, അതിൻ്റെ യോഗത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് വരണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇവിടെ ന്യായമായ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ്. കൂടുതലായി സംസാരിക്കുന്നില്ല. സംഭവങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാം. ഈ കൊലപാതകം 8 വർഷം മുമ്പ് ഉണ്ടായ അന്നു മുതൽ ഇതിലെ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ ബാധ്യത നമ്മളത് കണ്ടു. ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഈ കൊലപാതകത്തിലും കൊലപാതകം നടന്ന അന്നു മുതൽ ആദ്യമുണ്ടായ സംഭവം എന്താ? അന്വേഷണം ശരിയായ ദിശയിലൂടെ പോയില്ല, ഇപ്പോഴും പോയിട്ടില്ല. തിരൂരിലെ ഒരു നാരായണൻ കുറ്റാരോപിതനാണ്. അദ്ദേഹത്തിൻ്റെ തിരൂരിലെ ഒരു കേന്ദ്രത്തിൽ വെച്ചാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്ന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ആ കേന്ദ്രം പോലീസ് പരിശോധിച്ചില്ല. നേരത്തെ തിരൂരിലെ ഷഹീദ് യാസറിൻ്റെ കൊലപാതകത്തിലും അദ്ദേഹം കുറ്റാരോപിതനായിരുന്നു. ഇപ്പോൾ ഷഹീദ് ഫൈസലിൻ്റെ കൊലപാതകത്തിൽ പ്രധാന പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട തിരൂരിലെ നാരായണനെ പിടികൂടാനോ അദ്ദേഹത്തിൻ്റെ തിരൂരിലെ കേന്ദ്രം പരിശോധിക്കാൻ പോലുമോ പോലീസ് തയ്യാറായില്ല. 3 മാസം കൊണ്ട് ചാർജ് ഷീറ്റ് കൊടുത്തില്ല. അന്വേഷണം എവിടെ എത്തിയില്ല. അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടി. 3 മാസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നാൽ പ്രതികൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. പിടിക്കപ്പെട്ട പ്രതികൾക്ക് നിഷ്പ്രയാസം ജാമ്യം കിട്ടി പുറത്തു വരാൻ പോലീസ് സഹായിച്ചു. മാസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണം എവിടെയും എത്താതിരുന്നപ്പോഴാണ് അന്ന് നമ്മുടെ MLA ആയിരുന്ന PK അബ്ദുറബ്ബ് സാഹിബിന്റെ നേതൃത്വത്തിൽ ജനകീയമായ പ്രതിരോധം തീർത്തത്. കക്കാട് നാഷണൽ ഹൈവേയിൽ നിന്ന് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പ്രവർത്തകർ അബ്ദുറബ്ബ് സാഹിബിന്റെ നേതൃത്വത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കേസന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന് ഉറപ്പാണ്. അത് ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരണം, എന്നാലേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ. അതിന് നിർദ്ദേശം വെച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റം. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർ പ്രതികളെ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റണമെന്ന അബ്ദുറബ്ബ് സാഹിബ് നിർദ്ദേശം മുന്നിൽ വെച്ചു. സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അത് അംഗീകരിച്ചതിന് ശേഷം മാത്രമേ കക്കാട് നിന്ന് എണീറ്റ് പോകുന്നുള്ളൂ എന്നുള്ള സത്യം നമുക്കറിയാം. അതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിന് ശേഷം ഉണ്ടായി. ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്
8 വർഷം കഴിഞ്ഞു. കേസ് വിചാരണക്കെടുത്തിട്ടില്ല. കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചു, സാക്ഷികളെ കിട്ടി, മുഴുവനായി. ഈ കേസ് എന്തുകൊണ്ട് വിചാരണക്കെടുക്കുന്നില്ല? ഈ 8 വർഷമായിട്ടും വിചാരണക്കെടുക്കുന്നില്ല. കോടതി നീട്ടിവെക്കുകയില്ല. കോടതിയിൽ കേസ് വരുന്നു, വാദിഭാഗത്തിന് പ്രോസിക്യൂട്ടറില്ല, കേസ് മാറ്റുന്നു. 20 തവണ ഈ കേസ് മാറ്റിവെച്ച് പ്രോസിക്യൂട്ടർ ഇല്ലാത്തത് കൊണ്ട്, ഒരു വക്കീലിനെ വെച്ച് കൊടുക്കാത്തത് കൊണ്ട്. ആരാ വക്കീലിനെ വെക്കേണ്ടത്? ഭരിക്കുന്ന ഗവൺമെന്റാണ്, ആഭ്യന്തര വകുപ്പാണ്, പിണറായി വിജയനാണ്. എന്തുകൊണ്ട് ഒരു പ്രോസിക്യൂട്ടറെ വെച്ച് കൊടുക്കുന്നില്ല? സാധാരണഗതിയിൽ വാദികളുടെ ഭാഗത്ത് നിന്ന് പറയുന്ന പ്രോസിക്യൂട്ടറെ വെച്ച് കൊടുക്കാറുണ്ട്. ഷഹീദ് ഫൈസലിന്റെ ഭാര്യ, പ്രിയപ്പെട്ട സഹോദരി ജസ്ന, അഡ്വക്കേറ്റ് കെ കുമാരൻകുട്ടിയെ പ്രോസിക്യൂട്ടറാക്കി വെക്കണം എന്ന് എഴുതി കൊടുത്തു. അഡ്വക്കേറ്റ് കെ കുമാരൻകുട്ടിയെ പറഞ്ഞ എന്തുകൊണ്ടാണ്? അദ്ദേഹം ലീഗുകാരനല്ല, UDF-കാരനല്ല. അദ്ദേഹം നേരത്തെ പ്രമുഖമായ പ്രമാദമായ കേസുകൾ നടത്തി പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത പ്രഗത്ഭനായ വക്കീലാണ്. അതുകൊണ്ടാണ് കുമാരൻകുട്ടിയെ വെക്കണം എന്ന് പറഞ്ഞത്.